ഗുഡ് മോർണിംഗ്. എൻ്റെ എനർജിയൊക്കെ കംപ്ലീറ്റ് ലോസ് ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. ആസ് എ ഗേൾ ലൈഫിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ദിവസത്തിൽ ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ അതെൻ്റെ പീരിയഡ്സ് ഡേ ആണെന്ന് കേട്ടോ ഞാൻ പറയുക. ഒരുപാട് ദിവസങ്ങളുണ്ടെങ്കിലും അതിൽ ഒന്ന് എൻ്റെ പീരിയഡ്സ് ഡേയ്സ് ആണേ. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ പീരിയഡ്സ് ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിക്കും എന്തൊരു പ്രഹസനമാണിത്, ഇതൊക്കെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളല്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ പ്രഹസനോ എനിക്ക് കണ്ടൻറ് ഉണ്ടാക്കാനോ പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നതോ ഒന്നുമല്ല കേട്ടോ. ഞാൻ അനുഭവിക്കുന്ന പോലെ തന്നെ ഈ ഒരു പീരിയഡ്സ് ടൈമിൽ ഒരുപാട് ചേച്ചിമാരും കുട്ടികളും ഒക്കെ ഈ ഒരു വേദന അനുഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ടിപ്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ ഈ പെയിനും വെച്ച് നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ സജഷൻസൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാനാണെങ്കിൽ ഇന്നലെ തൊട്ടേ ഭയങ്കര പെയിനായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ എനിക്ക് പെയിൻ ഉള്ളപ്പം എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ എനിക്ക് ബെഡിൽ നിന്ന് പോലും എണീക്കാൻ പറ്റാറില്ല കേട്ടോ. ഞാൻ ഏത് സമയത്താണ് ഇവിടെ നിന്ന് എണീറ്റ് വരുന്നതെന്ന് പോലും എനിക്ക് അറിയാറില്ല പീരിയഡ്സിൻ്റെ ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് ഹസ്ബൻഡ് വേഗം മോനുള്ള കഞ്ഞിയും ചോറും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ടൈമിലായിരുന്നു. അപ്പോൾ അതെനിക്ക് വാങ്ങി തന്നിട്ടാണ് പോയേ. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു പെയിനും വെച്ച് നീ ഒന്നും ചെയ്യൊന്നും വേണ്ടെന്നൊക്കെ കേട്ടോ. ഞാൻ എന്നാലും പിന്നെ എനിക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസം വന്നപ്പം ചെറുതായിട്ട് ഓരോന്നും ചെയ്യാമെന്ന് വിചാരിച്ചു, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. അതിൻ്റെ കൂടെ നിങ്ങളോട് കുറേ വിശേഷങ്ങളും പറയാമെന്ന് വിചാരിച്ചു. വിശേഷങ്ങൾ മീൻസ് എൻ്റെ പീരിയഡ്സ് പെയിൻ, പിന്നെ ഞാൻ അനുഭവിച്ച കുറേ ബുദ്ധിമുട്ടുകൾ, അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിപ്പോൾ ഇത്ര പ്രഹസനമായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പെയിനും വെച്ച് ജോലിക്ക് പോകുന്ന, വീട്ടിലെ സകല കാര്യങ്ങളും നോക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേന്ന്. ഞാനും ഈ പെയിൻ വെച്ച് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നൈറ്റ് ഡ്യൂട്ടിയും ഡേ ഡ്യൂട്ടിയും ഒക്കെ എടുത്തിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും. പക്ഷെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും റെസ്റ്റ് എടുക്കുക കേട്ടോ. അപ്പം ഞാനേ കറുവപ്പട്ട വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് പീരിയഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കറുവപ്പട്ട എടുത്ത് നന്നായി തിളപ്പിച്ച് അത് പകുതിയാക്കിയിട്ട് ആ വെള്ളം കുടിച്ചാൽ ആ വേദനയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടാവും. പിന്നെ എൻ്റെ പെയിൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര സിവിയറായിട്ടുള്ള വേദനയാണ്. അപ്പോൾ അതിനെനിക്ക് ചെറിയ വേദനയൊക്കെ ഉള്ള സമയത്ത് എനിക്കത് മാറാറുണ്ട്. ഭയങ്കര പെയിൻ ഉണ്ടാകുമ്പം എനിക്ക് ആ ഒരു വേദനയ്ക്ക് ആശ്വാസം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ പെയിനൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഒരുപാട് ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് മാറ്റം ഉണ്ടാവാറുണ്ടെന്ന് പറയാറുണ്ട്. പിന്നെ പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ ഒരു സമയത്ത് കുടിക്കുന്നത് നല്ലതാണ് ആ ഒരു വേദന മാറാൻ വേണ്ടിയിട്ട്. പിന്നെ രാവിലെ തന്നെ ഞാൻ പീരിയഡ്സ് ആകുമ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കും. അങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വേദനേൻ്റെ ആ ഒരു പ്രയാസം കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ഉലുവ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ കുടംപുളിയില്ലേ ആ പുളി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് കുടിക്കുന്നത് ഒക്കെ നല്ലതാണ്. നമുക്ക് എൻ്റെ സ്റ്റോറിയിലേക്ക് കിടക്കാം കേട്ടോ. പിന്നെ എൻ്റെ വീട്ടുകാരാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണെങ്കിലും എൻ്റെ ഈ പെയിൻ അവർക്ക് കറക്റ്റ് അറിയുന്നുണ്ട്. അവരെപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കാണെങ്കിൽ ഫസ്റ്റ് പീരിയഡ്സ് ആയത് എൻ്റെ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ അതിൻ്റെ പിറ്റത്തെ മാസം തൊട്ട് ഞാൻ ഈ അതികഠിനമായിട്ടുള്ള വേദന അനുഭവിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. 4 ദിവസമൊക്കെ ഈ ഒരു വേദന അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ 5ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഞാൻ ആകെ ടയർഡായിട്ടായിരിക്കും ഉണ്ടാവുക. വേദന മാത്രമല്ല വോമിറ്റിങ്, അതുപോലെ തന്നെ ഭയങ്കര കാല് കടച്ചിൽ, നടുവേദന, വയറുവേദന. ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഒരുപാട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ല. എന്നിട്ടും ഇങ്ങനെ വേദനയാകുമ്പം എൻ്റെ വീട്ടുകാർ ഞാനൊക്കെ പാനിക്കാവുമായിരുന്നു. കാരണം ഞാൻ ബാത്റൂമിൽ വരെ ബോധം കെട്ട് വീഴും. അത്രയും വേദന കൂടി 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 അവസാനം ഞാൻ വൊമിറ്റ് ചെയ്ത് തല കറങ്ങി ഞാനവിടെ വീഴും. അതാണ് എൻ്റെ ശരീരമൊക്കെ വിറച്ച്, എനിക്ക് ഏത് രീതിയിലാണ് വേദന ഉണ്ടാവുക എന്നുള്ളത് ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ അത് പേടിയാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ വേദന വന്ന സമയത്ത് ഞാൻ കാണിക്കാനൊക്കെ പോകുമ്പോഴേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കളിയാക്കി പറയാറുണ്ട്, ഈ പീരിയഡ്സിൻ്റെ വേദന എല്ലാവർക്കും ഉള്ളതല്ലേ, പെണ്ണായിട്ടുണ്ടെങ്കിൽ അതൊക്കെ സഹിക്കണം, അതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ അടുത്ത ആൾക്കാരല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ പുറമേ നിന്ന് കാണുമ്പം ഇങ്ങനെ കളിയാക്കി പറഞ്ഞ്, അതാണ് ഏറ്റവും കൂടുതൽ എനിക്കൊരു ഫീലായിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഇപ്പോൾ പീരിയഡ്സിൻ്റെ വേദന ഉണ്ടെന്ന് വിചാരിച്ച് എല്ലാവർക്കും ഒരുപോലെ അല്ലാന്ന് മനസ്സിലാക്കാനുള്ള അവസ്ഥ, ആ ഒരു മൈൻഡ് അവർക്കില്ല. അതാണ് ഫസ്റ്റ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. 4 ദിവസം വേദന വരുമ്പോൾ 4 ദിവസം ലീവാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ 2 ദിവസം ലീവാക്കും. ബാക്കി 2 ദിവസം ക്ലാസ്സിൽ പോകുമ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസം വേദനയാണെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ബോയ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവരെ മുന്നിൽ ഞാൻ വയറുവേദനയാണെന്ന് പറയില്ല. അപ്പോൾ ഒരു ടീച്ചർ ഒരിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ ആ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ടീച്ചർ എനിക്ക് കൊണ്ടുപോയി മരുന്ന് കാര്യങ്ങൾ വെള്ളമൊക്കെ തന്നു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ടീച്ചറോട് സെയിം കാര്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ബോയ്സൊക്കെ എന്നെ കളിയാക്കി, ഇവർക്ക് പഠിക്കാതിരിക്കാൻ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറയാതിരിക്കാൻ മടിയായിട്ട് ഇവൾ ഓരോ കള്ള അസുഖങ്ങൾ ഉണ്ടാക്കാമെന്ന്. ഇന്നാണ്
അപ്പോഴാണ് ഞാനത് പീരിയഡ്സാണെന്ന് പറഞ്ഞേനെ. അപ്പോൾ അന്നൊക്കെ ഞാൻ അനുഭവിച്ച ഒരു വേദന, ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വർക്കിന് കയറിയ സമയത്ത് എത്ര ദിവസമാണെന്ന് വെച്ചാണ് നമുക്ക് വേണ്ടി ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. ഒരുപാട് പേര് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ, നൈറ്റ് ഡ്യൂട്ടി വരെ ഞാൻ ഡ്രിപ്പ് ഇട്ടിട്ട് എടുത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട്. കാരണം നമുക്ക് 1-2 ദിവസമല്ല ഈ ഒരു വേദന നമുക്കുള്ളത്. നമ്മുടെ ഡെയിലി റുട്ടീൻ ഇതിങ്ങനെ ബാധിക്കുകയാണ് ഈ ഒരു പ്രശ്നം. പക്ഷെ ഞാൻ വർക്കിന് പോയ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരെയൊന്നും ഞാൻ ഒരിക്കലും മറക്കൂല. അങ്ങനെ സഹിച്ച് അവസാനം കല്യാണം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ ഒരു വേദന ഡെലിവറി കഴിഞ്ഞാൽ മാറുന്നു. പക്ഷേ എന്നെ കാത്തിരുന്നത് അതിനും വലിയൊരു കാര്യമായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് 9 മാസത്തിന് ശേഷം പീരിയഡ്സ് ആയത് 6 ദിവസത്തെ വേദനയായിട്ടായിരുന്നു കേട്ടോ. അത് 3 മാസം. അപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ ചിലപ്പം രണ്ടും കൂടെ മിക്സ് ആകുമ്പം അതികഠിനമായിട്ട് വേദന ഉണ്ടാവുമെന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി. പിന്നെ ഡേറ്റ്സ് പിന്നെ പാലൊക്കെ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചൊന്നുമില്ല, ബ്ലഡൊക്കെ കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അതുകൊണ്ടാണോ ഇനി ഡെലിവറി കഴിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, ഇപ്പം എനിക്ക് 2 ദിവസമേ വേദനയുള്ളൂ കേട്ടോ. ആ ഒരു 2 ദിവസത്തെ വേദന എന്ന് വെച്ചാൽ നല്ല വേദന തന്നെയാണ്. ചില മാസത്തിൽ എനിക്ക് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും ഇപ്പം എനിക്ക് സമാധാനമാണ് കേട്ടോ. ആ ഒരു 6 ദിവസത്തെ വേദന 2 ദിവസം ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.